പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസമാണ്. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇസ്രയേലും ഇറാനും അക്രമം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചെങ്കിലും ലെബനന് നേരെ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ആക്രമണം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ US ഒപ്പമുണ്ടാകില്ലെന്ന് ഇസ്രയേലിന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അജയ് സുധാബിജു ചേരുന്നു. അജയ്, പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുന്നു. എന്താണ് ഇരു രാജ്യങ്ങളുടെയും നിലപാട്? ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ പറയാനാകും. കാരണം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ, ഇസ്രയേലും ഇറാനുമാണെങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്ന് നമുക്ക് കാണാനാകും. ഇസ്രായേൽ പറയുന്നത് ഇറാൻ ഒരിക്കലും ആക്രമിക്കരുത്, ഇസ്രായേലിനെ ആക്രമിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഇറാൻ പറയുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ലെബനിലേക്ക് ഇനി ഒരിക്കലും ഇസ്രയേൽ ഒരു ആക്രമണം നടത്താൻ പാടില്ല. ലെബനന് നേരെ ആക്രമണം നടത്തിയാലോ ഇറാന് നേരെ ആക്രമണം നടത്തിയാലോ തക്കതായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും മുൻപ് ഇറാൻ നൽകിയിട്ടുള്ളതിനേക്കാൾ 10 മടങ്ങ് വലിയ തിരിച്ചടിയായിരിക്കും ഇനി ഇസ്രായേലിന് നൽകാൻ പോകുന്നത് എന്നുമാണ് നിലവിൽ ഇറാൻ പറയുന്നത്. അത് അവരുടെ ഔദ്യോഗിക സേനാ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫാർസ് ന്യൂസ് ഏജൻസിയാണ് ഇന്നലെ അത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിനുശേഷം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്ത് നിന്നും ഒരു എക്സ്പോസ്റ്റ് വന്നിരുന്നു. ആ എക്സ്പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിരോധവും അതുപോലെ നയതന്ത്രവും ഇറാൻ ഒരേ സമയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തെയും ക്ഷമിച്ചു കൊടുക്കില്ല, തക്കതായിട്ടുള്ള തിരിച്ചടികൾ നൽകുമെന്ന് മസൂദ് പെസഷ്കിയാനും പറഞ്ഞിട്ടുണ്ട്. അതായത് യുദ്ധമുഖത്ത് നിന്ന് ഒരിക്കലും ഒരു പിന്മാറിയിട്ടില്ല ഇറാൻ എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ US ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും മസൂദ് പെസഷ്കിയാൻ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇറാൻ പുതുതായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ നിബന്ധനകൾ, പ്രത്യേകിച്ച് ലെബനിലേക്ക് ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ, അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്നലെ വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാന് നേരെ തങ്ങൾ ഇനി ആക്രമണം നടത്തില്ല. തന്റെ സുഹൃത്തായിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഇസ്രായേൽ എടുത്തത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇറാൻ ഇസ്രായേലിന് നേരെ യാതൊരുവിധ ആക്രമണവും നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഇസ്രായേൽ നിലവിൽ തിരിച്ചടി നൽകുന്നില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ ലെബനന് നേരെ, പ്രത്യേകിച്ച് ലെബനിലുള്ള അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഇറാനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നിർണായകമാണ്. ഇന്നലെ ഈ വെടിനിർത്തൽ സംജാതമായതിനു ശേഷവും ഈ തെക്കൻ ലെബനിലുള്ള സൈനിക നടപടികൾ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോരുന്നതായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് പ്രദേശം ശാന്തമാണ്. പുതിയ തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനിടെ ട്രംപ് മറ്റൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇത് ആക്സിയോസ് ന്യൂസ് ആണ് ഇത്തരമൊരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിവരമനുസരിച്ച് ഇസ്രായേൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ആക്രമണങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ US ഒപ്പമുണ്ടാകില്ല എന്നാണ് ട്രംപ് ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ടെലിഫോണിൽ പറഞ്ഞത് ബി കെയർഫുൾ ഓർ യു വിൽ ബി അറ്റ് യുവർ ഓൺ വെരി സൂൺ എന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ എന്തെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ ആരംഭിച്ച് ഇറാനോ മറ്റ് രാജ്യങ്ങളോ തിരിച്ചടി നൽകുകയാണെങ്കിൽ US സഹായിക്കാനായി ഒപ്പമുണ്ടാകില്ല എന്ന് പറഞ്ഞ് ട്രംപ് കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് അവിടെയും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിലൂടെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, US എത്രയും വേഗം ഇറാനുമായി ഒരു കരാറിൽ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ കരാറിൽ നിന്ന്, ഈ ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ US ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ ആക്രമണമോ മറ്റെന്തെങ്കിലും കാരണത്താൽ അവരെ പിണക്കരുത് എന്നതാണ് USന്റെ ഇപ്പോഴത്തെ നയം. അത് കാരണം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണെങ്കിലും അമേരിക്ക അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും പശ്ചിമേഷ്യയിൽ തൽക്കാലത്തേക്കെങ്കിലും സമാധാനമുണ്ടാകുന്നു എന്നാണ് ശ്രമം. ഒപ്പം തന്നെ ഇതിൻ്റെ ചേരിമാറ്റങ്ങളും ശ്രദ്ധേയമാണ്. ഇസ്രയേലിനൊപ്പം അമേരിക്കയില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.